നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ SNC വ്യൂ റോഡ് നാടിന് സമർപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താനും ഗ്രാമപഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനുമായി ചേർന്ന് നിർമ്മിക്കുന്ന 3.9 കോടി രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അപ്പോൾ ആ നികുതി പണം നിങ്ങളുടെയും എൻ്റേതും കൂടിയാണ്. അപ്പോൾ സമൂഹത്തിൽ ലഭിക്കുന്ന ഫണ്ട് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ വലപ്പാട് സ്കൂളിൻ്റെ പ്രവർത്തനം ഈ കെട്ടിടത്തെ പ്രവർത്തനമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചാൽ നീണ്ട ഒരു പ്രവർത്തനമാണ് ഈ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സംഘടനാ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. മറക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് നമുക്കൊരു കല്ല് ഇടാൻ അവസരമുണ്ടായത്. അത് വളരെ സന്തോഷകരമായ അനുഭവത്തോടെയാണ്. ഇപ്പോൾ വലപ്പാട് പ്രദേശം, അതുപോലെ തന്നെ തലക്കുളത്ത് നമ്മൾ അവിടുത്തെ സ്കൂളും ഹയർ സെക്കൻഡറിയും പുതുക്കി പണിയാനും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫിഷറി സ്കൂളിൻ്റെ അവിടെ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ അനാഥയായി കിടക്കുന്ന ഒരു അവസരമുണ്ട്. അതൊക്കെ പുതിയ ജീവൻ കൊടുത്ത് മാതൃകപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആലോചന അടിസ്ഥാനത്തിൽ അത് എൻ്റെ പ്രവർത്തന ശൈലിയല്ല, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മാതൃകപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം 18 കോടി രൂപയുടെ വികസനമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മൾ നടപ്പാക്കാത്തത്. കൂടാതെ തന്നെ സ്കൂൾ ജൂബിലി ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നയന ജോസ് പദ്ധതി വിശദീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, മുൻ MLA ഗീത ഗോപി, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജീത്ത്, വാർഡ് മെമ്പർ EP അജയ് ഘോഷ്, വികസന സമിതി ചെയർമാൻ സുഭാഷ് ചന്ദ്രൻ, OSA ചെയർമാൻ CA ആവാസ്, പ്രവാസി വ്യവസായിയും ആഫ്രിക്കൻ ട്രേഡ് കമ്മീഷണറുമായ CP സാലിക്, PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട്, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, സ്കൂൾ പ്രിൻസിപ്പൽ അജിത് കുമാർ KT, VHSC പ്രിൻസിപ്പൽ സിനി PS, ഹെഡ്മിസ്ട്രസ് ഷീജ T, സ്കൂൾ ലീഡർ അതുൽ കൃഷ്ണ CR തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വകാല അധ്യാപകരായ ഗോവിന്ദൻ, ജയരാജൻ, BRC കോർഡിനേറ്റർ ചിത്രകുമാർ TV, വികസന സമിതി അംഗങ്ങളായ തോമസ്, TA പ്രേംദാസ്, KP മണിലാൽ, ആന്റണി AA, ജോസ് TP, ഇക്ബാൽ, ജോസ് താടിക്കാരൻ, SMC ചെയർമാൻ രമ്യ PK, MPTA പ്രസിഡന്റ് സോഫിയ സുബൈർ, PTA വൈസ് പ്രസിഡന്റ് ഫസീല നൌഷാദ്, അഡ്വക്കേറ്റ് ശോഭൻ കുമാർ, മുൻ PTA പ്രസിഡന്റുമാരായ ഹമീദ് തഴത്തിൽ, ശശികല ശ്രീവത്സൻ തുടങ്ങിയവരും സംബന്ധിച്ചു. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 11 ക്ലാസ് മുറികൾ, 2 ലാബുകൾ, ഒരു സ്റ്റാഫ് റൂം എന്നിവ ഉണ്ടായിരിക്കും. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ക്ലാസ് മുറിയും ലിഫ്റ്റിനുള്ള സൗകര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബി, കില ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം 15 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. കാരമുക്ക് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോമകുമാർ മന്നം അനുസ്മരണം പ്രസംഗം നടത്തി. സെക്രട്ടറി സൂര്യനാരായണൻ നന്ദി പ്രകാശിപ്പിച്ചു. കരയോഗം ഭാരവാഹികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. SFI താന്യം തെക്ക് ലോക്കൽ സമ്മേളനം തൃപ്രയാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാലിക് ഉദ്ഘാടനം ചെയ്തു. 54-ാം വർഷത്തിലേക്ക് ആണ് നമ്മുടെ സംഘടന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 53 വർഷക്കാലത്തെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് ശേഷം വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകളൊക്കെ തന്നെ ഇഴകീറി പരിശോധിച്ച് മറ്റും നമ്മുടെ
സംഘടനയെ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനം ഉൾപ്പെടുത്തിയിരുന്നത്. SFI ലോക്കൽ പ്രസിഡന്റ് റാഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ശ്രീനന്ദൻ CJ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ഷാഹുൽ ഹരി സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രവാസി സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബഷീർ കാക്കാട്ടുതുറ, ഏരിയ ജോയിന്റ് സെക്രട്ടറി ജ്യോതി ബാസു, KSKTU ഏരിയ പ്രസിഡന്റ് MV മുകേഷ്, SFI ചെയർ സെക്രട്ടേറിയറ്റ് അംഗം മാളവിക ദിലീപ്, സംഘാടക സമിതി ചെയർമാൻ അനന്തു K ദിനേശ് എന്നിവർ സംസാരിച്ചു. ശ്രീനന്ദൻ CJയെ സെക്രട്ടറിയായും റാഫ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. വാടാനപ്പള്ളി തെക്കേ മഹൽ കമ്മിറ്റിക്ക് കീഴിൽ ഉമർ ഖാളി ഇസ്ലാമിക് സ്റ്റഡീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് സാബിക് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നേറാനുള്ള ഒരു സ്റ്റഡി സെന്ററായിക്കൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനത്തെ ഇന്ന് ഇവിടെ നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിൽ, ഇസ്ലാമിക വിദ്യാഭ്യാസ മേഖലകളിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കുന്നതോടുകൂടെ തന്നെ മതപരമായ വിദ്യാഭ്യാസത്തിലും അവർ ഊന്നൽ നൽകിക്കൊണ്ട് അവർ ഭൗതികമായ വിദ്യാഭ്യാസം ലീവുള്ള ദിവസങ്ങളിൽ സ്റ്റഡി ക്ലാസ്സുകൾ നൽകി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അവരുടെ ഭാവിയെ വിശുദ്ധമാക്കപ്പെട്ട ദീനുമായി കൂടുതൽ അടുപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വലിയ സംവിധാനത്തിനാണ്. മഹല്ല മുഖ്യ രക്ഷാധികാരി സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മഹല്ല ഖത്തീബ് PA ഉമ്മർ ബാഖവി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മുദരിസ് അബ്ദുള്ള ഫൈസി, ഷഹനാസ് മുഹമ്മദ്, മഹല്ല ഭാരവാഹികളായ CH ഖാലിദ്, ലത്തീഫ്, ഹനീഫ് ഹാജി, മേജർ ഷാഹു, ഷാജഹാൻ, മുഹമ്മദ് സക്കറിയ, നൂറുദ്ദീൻ യമാനി, ബഷീർ എന്നിവർ സംബന്ധിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച SNCV റോഡ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ CS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് എഞ്ചിനീയർ രഘുനന്ദൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ബ്ലോക്ക് മെമ്പർ ജൂബി പ്രദീപ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സെന്തിൽ കുമാർ, നികിത P രാധാകൃഷ്ണൻ, സുരേഷ് ഇയാനി, ഗ്രീഷ്മ സുഖിലേഷ്, ഐഷ B അബ്ദുൽ ജബ്ബാർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ, തൊഴിലുറപ്പ് ഓവർസിയർ ലെനിത എന്നിവർ സംസാരിച്ചു. ഫുഡോഷ്യൻ കരാട്ടെ അസോസിയേഷൻ ഫസ്റ്റ് ഇന്റർ ഡോജോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തി. വാടാനപ്പള്ളി EMS സ്മാരക സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഷിഹാഡ് വിൻസെന്റ്, സെൻസായി ഷിജിത് രാമി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമാണ് കോമ്പറ്റീഷനിൽ. അപ്പോൾ നമ്മളെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഈ ഇൻഡോർ ഡോജോ കോമ്പറ്റീഷൻ വെക്കുന്നതിലുള്ള ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ അവർക്കും കൂടി കോമ്പറ്റീഷൻ ലെവലിലേക്ക് വേഗം വളർന്നു വരാനും അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാനും വളരെ നല്ലതാണ് ഈ ഒരു ഇൻഡോർ ഡോജോ. അപ്പോൾ നിങ്ങൾ ഈ ഇൻഡോർ ഡോജോ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചതിൽ ഞാൻ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. അത് കുട്ടികൾക്ക് വളരെ ആവശ്യമാണ് ഇപ്പോഴത്തെ സമയത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഈ കോമ്പറ്റീഷൻ ലെവലിലേക്ക് കുട്ടികൾ വളർന്നു വരണം. ഒരുപാട് കരാട്ടെ ക്ലാസ്സുകൾ ഇവിടെ
ജസ്റ്റ് കരാട്ട പഠിപ്പിക്കുക, എക്സാം നടത്തുക, ബെൽറ്റ് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കുന്ന പോലില്ല. പക്ഷേ ഞാൻ സ്പെഷ്യലി അനുസരിച്ചിനെ ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അനുസരിച്ച് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരമാവധി കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ നമ്മൾ ജയോ തോൽവിയോ അല്ല വിഷയം, ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സംഭവം കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ അനുസരിച്ച് ചെയ്യുന്നത്. സിൻസായി സുരേഷ് പൂക്കോട്ടിൽ, സിൻസായി ലിൻസൺ വിൻസൺ, ഫുഡോഫ്ഷിൻ കരാട്ടെ അസോസിയേഷൻ സ്ഥാപകനും ചീഫ് ഇൻസ്ട്രക്ടറും എക്സാമിനറും ആയ റൺഷി അനു വടക്കൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളും രക്ഷിതാക്കളുമായി 100ഓളം പേർ പങ്കെടുത്തു. നാട്ടിക എസ്.എൻ. ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനമായി. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം SNVUP സ്കൂൾ മാനേജർ സുഖദൻ മാസ്റ്റർ നിർവഹിച്ചു. എസ്.എൻ. ട്രസ്റ്റ് PTA പ്രസിഡന്റ് PSP നസീർ അധ്യക്ഷത വഹിച്ചു. NSS കുട്ടികളുടെ സ്നേഹോപഹാരം NSS ലീഡർമാരായ ശ്രീലക്ഷ്മിയും നീരജും ചേർന്ന മാനേജർക്ക് കൈമാറി. പ്രസ്തുത ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, ഷൈജ EP എന്നിവർ സംസാരിച്ചു. അത് തൊപ്പറം റോഡ് അവിടെ വഴിയെ പോലും ഉണ്ടായിരുന്നില്ല. ഒരു വഴി അവിടെ റോഡ് ഉണ്ടാക്കി. അതിപ്പോൾ പഞ്ചായത്തിൻ്റെ തൊപ്പറം റോഡ് അങ്ങനെ ഒരു 5-8 റോഡുകൾ തളിപ്പുറം പഞ്ചായത്തുമാക്കി ഏറ്റവും കൂടുതൽ റോഡ് ഉണ്ടാക്കിയത് ഇവിടെയാണ്. ഞാൻ പറഞ്ഞു തന്നത് ഇതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ആരംഭം, ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് എൻ്റെ NSS യൂണിറ്റിലെ പ്രവർത്തനങ്ങളാണ്. അവിടെ നിന്ന് കിട്ടിയ അനുഭവവും അതുപോലെ തന്നെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനവും ആത്മവിശ്വാസവും. ഇടവേള. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കും. ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 3-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. രാത്രി തൃശൂർ ജില്ലയിൽ ആദ്യമായി സംഗീത മാന്ത്രികൻ സ്റ്റീഫൻ ദേവസിയും ഡ്രംസ് മാന്ത്രികൻ ശിവമണിയും ഒന്നിക്കുന്ന ഫ്യൂഷൻ ഷോയും പ്രശസ്ത ഗായകൻ മധു ബാലകൃഷ്ണൻ, അമൃത സുരേഷ്, ഇന്ദുലേഖ വാര്യർ എന്നിവർ ചേർന്ന് ആലപിച്ച കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഭക്തിഗാന ആൽബം ആലാപനവും പ്രകാശനവും നടക്കും. ജനുവരി 5-ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6-ന് രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് തിരുവമ്പാടി മഠത്തിലവരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7-ന് രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ ത്രിപുര.
കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താനിം ഗ്രാമപഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ ക്യാമ്പയിൻ യാറത്തിങ്കൾ പള്ളിയിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പ്രയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകുന്നതിന് വേണ്ടി അവരുടെയൊക്കെ വിഹിതം പ്ലാനിംഗ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജില്ലയിൽ തന്നെ ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ ജില്ലയിൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത്. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ വലിയ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു പദ്ധതിയായിരുന്നു. ക്യാൻസറിനെ കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇത് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ വന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ അസുഖം പടർന്ന് പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ ജീവിത രീതിയുടെ പ്രത്യേകതകളും ആരോഗ്യ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഭക്ഷണശീലങ്ങളും ഒക്കെ ഈ അസുഖം പടർന്നു പിടിക്കാൻ കാരണമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഇത്തരം ഒരു ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ജില്ലാ പദ്ധതിയായി അത് തുടർച്ച വർഷങ്ങളിലും അടുത്ത സാമ്പത്തിക വർഷവും തുടരാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. താനിം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഷ്റഫ് OS, ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് അബ്ദുൽ ജമാൽ, തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ദീപ MP തുടങ്ങിയവർ സംസാരിച്ചു. ഗൈനക്കോളജി, സർജറി, ENT, പൾമനോളജി, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. വാർഡ് മെമ്പർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഫ്രണ്ട്സ് റോഡ് കുടുംബ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ആന്തുപറമ്പിൽ കുമാരന്റെ വസതിയിൽ നടന്ന കുടുംബസംഗമം വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജ ഉദയകുമാർ, സെക്രട്ടറി ഉവൈസ് എന്നിവരും സംസാരിച്ചു. നമ്മൾ പണ്ട് ഞാറ്റുവേലയ്ക്കൊന്നായി തളിർക്കുവാൻ കാറ്റാടി മരങ്ങൾക്കിടയിലിരുന്ന് കൂട്ടിക്കിഴിച്ചിട്ട വർണ്ണങ്ങളൊക്കെയും. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ അവരിവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ പോവുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരംഗമായി കൂട്ടി എന്ന് ഞാൻ കരുതുന്നു. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്കാഘോഷം വർണ്ണാഭമായി. ജനുവരി 1 രാവിലെ കാഞ്ഞാണി ശ്രീനാരായണ ഗുരു സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മൂന്നാനപ്പൂരം, കാവടി, മേളം, തേര് എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു.
ദേശവിളക്ക് ദിനത്തിൽ നടത്തിയ പ്രസാദൂട്ടിൽ 6000-ഓളം പേർ പങ്കുചേർന്നു. വൈകിട്ട് മണലൂർ സത്രം ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഡിസംബർ 23 മുതൽ 2 നേരവും പ്രസാദൂട്ട് നടത്തിയിരുന്നു. 10 ദിവസത്തോളം നീണ്ടുനിന്ന ദേശവിളക്ക് ആഘോഷങ്ങൾക്ക് ഭാരവാഹികളായ പ്രസിഡന്റ് ഷൈജു കോലാട്ട്, സെക്രട്ടറി സുധീർ പച്ചേക്കാട്ട്, മുഖ്യരക്ഷാധികാരികൾ സുനിൽ കൊച്ചത്ത്, മറ്റ് അംഗങ്ങളായ ആദർശ്, വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, തജൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം തിങ്കളാഴ്ച നടന്ന ആറാട്ടോടെ സമാപിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹവനം എന്നിവ നടന്നു. തുടർന്ന് പ്രസാദൂട്ട്, ശേഷം വൈകിട്ട് ആറാട്ടിനെഴുന്നള്ളിപ്പ്, ആറാട്ടുകടവിൽ ദീപാരാധന എന്നിവ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പഴങ്ങപ്പറമ്പ് യദുനാരായണൻ, പ്രശോഭ്, ക്ഷേത്ര മേൽശാന്തി ശ്രീഹരി വാസുദേവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വർണ്ണമഴ, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിക്കൽ പറ, അത്താഴപൂജ, ആറാട്ടുബലി, കൊടിയിറക്കൽ, കൊടിക്കൽ പറ പ്രദാനം എന്നിവയോടുകൂടി തിരുവാതിര മഹോത്സവത്തിന് സമാപനം കുറിച്ചു. എടമുട്ടം കാപ്പിരിക്കാവ് ദേവസ്ഥാനത്ത് കളമെഴുത്തുപാട്ടും മഹാനിവേദ്യവും നടന്നു. രാവിലെ കളമെഴുത്തുപാട്ട് ആരംഭം, രൂപകളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, പാട്ട്, മഹാനിവേദ്യം, രൂപകളത്തിൽ നൃത്തം, പ്രസാദ വിതരണം. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, മഹാഗുരുതി എന്നിവ നടന്നു. മഠാധിപതി വിനോഷ് മുഖ്യ കാർമ്മികനായി.
കത്തോലിക്ക സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും ഉണ്ണിമിശിഹായുടെ ദർശനത്തിന്റെയും 193ാമത് തിരുനാളിനോടനുബന്ധിച്ച തിങ്കളാഴ്ച നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് പുല്ലഴി സെന്റ് ജോസഫ് മെന്റൽ ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണവും തുടർന്ന് നവവത്സര അമ്പും നടന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറീൻ കുരിയലാണിക്കൽ, ഫാദർ ജോസ് കണ്ണനായ്ക്കൽ, നടത്തുകൈക്കാരൻ ഷാജു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജിമ്മി ടി.ആർ., പബ്ലിസിറ്റി കൺവീനർ ആൻഡോ തൊറയൻ, കൈക്കാരന്മാരായ എ.പി. ജോസ്, വില്ലി പട്ടത്താനം, ജിയോ കെ മാത്യു, ദീപാലങ്കാരം കൺവീനർ ഇ.സി. പോൾ, വിവിധ കമ്മിറ്റി കൺവീനർമാരായ ജോസഫ് എ.സി., ജോയ് എ.വി., ജോയ് വടക്കൻ, ലിജോ പുലിക്കോട്ടിൽ, വർഗീസ് കുരുതുകുളങ്ങര, ജോർജ് ചിറമൽ മഠംപടി, ചാക്കോ കാഞ്ഞിരപ്പറമ്പിൽ, ജോജി മാളിയേക്കൽ, ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ഇഗ്നേഷ്യസ് ടി.എഫ്., പോൾ പൊറത്തൂർ, സജോവി പുത്തൂർ, മൈക്കിൾ പി.വി., വിൻസെന്റ് മാങ്ങൻ, ആന്റണി പുത്തൂർ, ഡേവിസ് പി.വി. എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് ഇടവകയിൽ നിന്നും ദർശന സഭയിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ദിവ്യബലി നടക്കും. തുടർന്ന് ഗാനമേളയും അരങ്ങേറ്റം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ SNC വ്യൂ റോഡ് നാടിന് സമർപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താനും ഗ്രാമപഞ്ചായത്തിന്റെയും തൃപ്രയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.